നമസ്കാരം. ഞാനിന്നൊരു ചമ്മന്തിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചമ്മന്തിയൊക്കെ എന്ത് വീഡിയോ ഇടാനാണ്. അതല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മാങ്ങയുടെ 2 പൂളെടുത്ത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പച്ച മാങ്ങയാണ്, അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്. പിന്നെ അതിന് വേണ്ടത് ഒരു തേങ്ങാമുറിയുടെ പകുതിയോളം ഞാനിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങയാണ് ഇതിനാവശ്യം. പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവയാണ് ഇതിനൊക്കെ വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇടാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലാണ് ഞാനിത് ചെയ്യുന്നത്. നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പിടാം. ഇതും ഒന്ന് വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കളർ മാറുമ്പോൾ നമുക്കിതെടുക്കാം. അതിനുശേഷം 5-6 ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം കൂടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായി നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തേങ്ങയും നന്നായി അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൽ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങാ പീസ് ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇടണം. പിന്നെ കുറച്ച് ശർക്കര ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 3-4 കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം അരച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. അത് നമുക്ക് നന്നായി തിരുമ്മിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.